വാർത്തകളിലേക്ക് വിശദമായി. തോമസ് ഐസക്കിന് ആശ്വാസം. സെപ്റ്റംബർ 2 വരെ ഇഡിക്ക് മുന്നിൽ ഹാജരാകേണ്ടതില്ല. ഐസക്കിന്റെ ഹർജി അന്ന് വീണ്ടും പരിഗണിക്കും. ഇഡി മറുപടി സത്യവാങ്മൂലം സമർപ്പിക്കാൻ സമയം തേടി. എം.എസ്. അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരുകയാണ്. അനീഷ്, ഏത് സാഹചര്യത്തിലാണ് ഇഡി കൂടുതൽ സമയം തേടുന്നത്? കാര്യങ്ങളാണ് തോമസ് ഐസക് പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത്. ഒന്ന്, 2 തവണ തനിക്ക് സമൻസ് തന്നു. പക്ഷെ 2 തവണ തന്ന സമൻസിലും വ്യത്യസ്തമായ കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത് എന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇക്കാര്യത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്ന് കോടതി കഴിഞ്ഞ തവണ ഹർജി പരിഗണിച്ചപ്പോൾ ചോദിച്ചപ്പോൾ ഇഡി അതിൽ വ്യക്തമായ ഒരു വിശദീകരണം നൽകിയില്ല. മറുപടി സത്യവാങ്മൂലത്തിൽ ഇക്കാര്യങ്ങൾ ഉൾപ്പെടുത്താമെന്നാണ് പറഞ്ഞിരുന്നത്. 2, തോമസ് ഐസക്കുമായി ബന്ധപ്പെട്ട വ്യക്തിഗതമായ കാര്യങ്ങൾ എന്തിനാവശ്യപ്പെട്ടു എന്ന ചോദ്യം കോടതി ചോദിച്ചിരുന്നു. അതിനും കൃത്യമായ മറുപടി പറയാത്ത അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അനിവാര്യമായ വിവരങ്ങളാണ് അവർ തേടുന്നത്. അത് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വിവേചനാധികാരത്തിൽപ്പെട്ട കാര്യമാണ് എന്ന ആ വിവരങ്ങളാണ് നൽകിയത്. എന്നാൽ ഇന്ന് കോടതി കേസ് പരിഗണിച്ചപ്പോഴും മറുപടി സത്യവാങ്മൂലം സമർപ്പിക്കാൻ കൂടുതൽ സമയം തേടുകയാണ് ഇഡി ചെയ്തത്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് സെപ്റ്റംബർ 2 വരെ ഇഡിക്ക് മുമ്പ് ഹാജരാവേണ്ടതില്ല എന്ന് തോമസ് ഐസക്കിന് ഒരു ഇടക്കാല ഉത്തരവ് കോടതി നൽകിയിരിക്കുന്നത്. ഇനി കേസ് സെപ്റ്റംബർ 2 പരിഗണിക്കാനായി ആണ് മാറ്റിയിരിക്കുന്നത്. എന്തായാലും ഇഡി കൂടുതൽ സമയം തേടിയ സാഹചര്യത്തിൽ അവർ എന്തൊക്കെ കാര്യങ്ങൾ വിശദീകരിക്കും എന്നതനുസരിച്ചിരിക്കും മറ്റു കാര്യങ്ങൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ പരാതിക്കാരനായ തോമസ് ഐസക്കിന് ഇഡി കാര്യങ്ങൾ വിശദീകരിക്കും വരെ ഒരു സമയം നൽകേണ്ടതുണ്ട് എന്നൊരു തീരുമാനത്തിലേക്ക് കോടതി എത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും തോമസ് ഐസക്കിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം പകരുന്ന കാര്യമാണ്. കാരണം കഴിഞ്ഞ തവണ ഹർജി പരിഗണിച്ചപ്പോഴും തോമസ് ഐസക് നിലവിൽ പ്രതി അല്ല എന്നും കേസിന്റെ നിയമ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് സംബന്ധിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ പറയാൻ കഴിയൂ എന്നുമാണ് ഇഡി പറഞ്ഞത്. ഈ പ്രമേയവുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങളുണ്ട്, അതുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണം നടക്കുന്നതെന്നും കോടതിയിൽ ഇഡി വ്യക്തമാക്കിയിരുന്നു. അനീഷ്, കഴിഞ്ഞ തവണ തന്നെ ഐസക് പ്രതിയല്ല എന്ന കാര്യം സൂചിപ്പിക്കുകയുണ്ടായി. വളരെ പ്രാഥമികമായ ചില സംശയങ്ങളാണ് മുന്നോട്ട് വെച്ചിരുന്നത് തോമസ് ഐസക്കിന്റെ ഭാഗത്തു നിന്നും. അക്കാര്യങ്ങളിലാണ് കോടതി വിശദീകരണവും തേടിയിരുന്നത്. അത് ഈ നിശ്ചിത ദിവസത്തിനുള്ളിൽ ഇഡിക്ക് ഹാജരാക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ വിശദീകരണം അക്കാര്യത്തിൽ നൽകാൻ കഴിയുന്നില്ല എന്നതിനെ നമ്മൾ എങ്ങനെ കാണണം? തോമസ് ഐസക്കിന്റെ ചോദ്യങ്ങൾ, കോടതി ഉന്നയിച്ച ചോദ്യങ്ങൾ വാലിഡ് ആണ് എന്നാണോ ഇത് തെളിയിക്കുന്നത്? നമുക്ക് പൂർണ്ണമായും അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല എങ്കിൽ പോലും തോമസ് ഐസക് പറഞ്ഞ കാര്യങ്ങൾ പ്രസക്തിയുള്ള കാര്യങ്ങളാണ് എന്ന് കോടതിക്ക് ഏതാണ്ട് മനസ്സിലായിരിക്കണമെന്നാണ് നമുക്ക് വിലയിരുത്താൻ. കാരണം താൻ എക്സ് ഓഫീഷ്യറോ അംഗമായ നിരവധി സ്ഥാപനങ്ങളുണ്ട്, അല്ലെങ്കിൽ ധനമന്ത്രി എന്ന രീതിയിൽ ചുമതലകൾ നിർവഹിച്ച പലവിധ സ്ഥാപനങ്ങളുണ്ട്. ഈ സ്ഥാപനങ്ങളുടെയൊക്കെ ഇടപാടുകളുമായി ബന്ധപ്പെട്ട കണക്ക് വിവരങ്ങൾ, മറ്റു കാര്യങ്ങൾ എന്നിവ തനിക്ക് സൂക്ഷിച്ചു വെക്കേണ്ട കാര്യമില്ല എന്ന് ഐസക് പറയുന്നു. ഒപ്പം ഇത്തരം സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അന്വേഷണം നടത്തുമ്പോൾ തന്റെ വ്യക്തിഗത വിവരങ്ങൾ എന്തിനു തേടുന്നു? ഒപ്പം താൻ ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ സുതാര്യമായ ജീവിതം നയിക്കുന്ന ആളാണ്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ സത്യവാങ്മൂലം നൽകുന്നതാണ്. ഒപ്പം മന്ത്രി എന്ന രീതിയിൽ ജോലി ചെയ്യുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ട തന്റെ സ്വത്ത് വിവരങ്ങൾ പൂർണ്ണമായും പരസ്യപ്പെടുത്തിയാണ് പോകുന്നത്. അതുകൊണ്ട് ഈ പൊതുമണ്ഡലത്തിൽ ലഭ്യമാവുന്നതല്ലാതെ യാതൊരു തരത്തിലുമുള്ള സമ്പാദ്യങ്ങളോ ഇടപെടലുകളോ തനിക്കില്ല എന്ന് ഐസക് പറയുന്നു. ഒപ്പമാണ് ആദ്യം തന്ന സമൻസും രണ്ടാമത്തെ തന്ന സമൻസും തമ്മിലുള്ള അന്തരം ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം ഈ ഇന്ത്യൻ നീതിന്യായ സംവിധാന പ്രകാരം ഒരാൾ ഒരു കുറ്റാരോപിതനായി ഒരു അന്വേഷണ സംഘം വിളിച്ചു വരുത്തിയാൽ എന്ത് തെറ്റിനാണ് അല്ലെങ്കിൽ എന്ത് കുറ്റത്തിനാണ് നിങ്ങളെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഈ അന്വേഷണവുമായി സഹകരിക്കേണ്ടതിന്റെ അനിവാര്യത എന്താണെന്ന് വ്യക്തമാകുന്ന ഒരു വിശദീകരണം നൽകണമെന്നാണ്. പക്ഷേ ഇക്കാര്യത്തിൽ അത്തരമൊരു വിശദീകരണം നൽകിയിട്ടില്ല എന്ന് തോമസ് ഐസക് ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തു. ഇത്തരം കാര്യങ്ങളിലൊക്കെ ഈ കോടതി വിശദീകരണം തേടിയിരുന്നു. അവ നൽകാൻ തോമസ് ഐസക്കിനെ സംബന്ധിച്ച് ആശ്വസിക്കാവുന്ന നടപടികൾ ആണ് ഇത്. സെപ്റ്റംബർ 2 വരെ ഇഡിക്ക് മുന്നിൽ ഹാജരാകേണ്ട എന്നാണ് കോടതി അറിയിച്ചിരിക്കുന്നത്. എം.എസ്. അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. വയനാട്ടിൽ ആദിവാസി കുട്ടികളെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതി പിടിയിൽ. കുട്ടികളെ മർദ്ദിച്ച അയൽവാസി രാധാകൃഷ്ണനാണ് പിടിയിലായത്. രതീഷ് വാസുദേവൻ വിവരങ്ങളുമായി ചേരുന്നു. രതീഷ്, അങ്ങേയറ്റം ക്രൂരമായ നടപടിയാണ് സ്വാതന്ത്ര്യദിനത്തിന്റെ അന്ന് ആദിവാസി കുട്ടികളെ ക്രൂരമായി മർദ്ദിച്ച ആ നടപടി. ഇപ്പോൾ പ്രതി എന്തായാലും പിടിയിലായിരിക്കുന്നു. എന്തൊക്കെയാണ് വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ഇന്നലെ ആണ് ഇത് സംബന്ധിച്ച പരാതി വലിയ തോന്നുന്നു. മാധ്യമങ്ങളിൽ ഇത് വാർത്തയായി. ആദിവാസി കുട്ടികളെ ക്രൂരമായി മർദ്ദിച്ച സംഭവമാണ് പുറത്തു വന്നത്. അതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നതോടെയാണ് ഇദ്ദേഹം ഒളിവിൽ പോയത്. എന്തായാലും പോലീസ് വളരെ കർശനമായി ഇതിൽ ഇടപെടുകയും കേഴിച്ചിറ പോലീസിലാണ് ഇവർ പരാതി നൽകിയിരുന്നത്. കേഴിച്ചിറ പോലീസ് തുടർന്ന് മാനന്തവാടി SMS ഡിവൈഎസ്പിക്ക് ഈ കേസ് കൈമാറുകയായിരുന്നു. തുടർന്നാണ് ഇത്തരത്തിൽ SMS ഡിവൈഎസ്പി പി ചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് ഇന്ന് ഇദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. എന്തായാലും വലിയ പ്രതിഷേധമായിരുന്നു. ഈ 3 കുട്ടികളെ 6, 7, 8 വയസ്സുള്ള ഈ 3 കുട്ടികളെ അദ്ദേഹം ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു.
തുടർന്നാണ് വലിയ പ്രതിഷേധം നാട്ടുകാരിലുണ്ടായി. തുടർന്ന് രക്ഷിതാക്കൾ പരാതി നൽകുകയായിരുന്നു. ഇപ്പോൾ കുട്ടികൾ വീട്ടിലാണുള്ളത്. ഈ കുട്ടികൾക്ക് മാനസികമായിട്ടുള്ള വലിയ സമ്മർദ്ദത്തിലാണെന്ന് ഈ ചൈൽഡ് ലൈനിന്റെ പ്രവർത്തകർ ഉൾപ്പെടെ കോടതി സന്ദർശിച്ചപ്പോൾ വ്യക്തമാക്കുകയുണ്ടായി. തുടർന്ന് അവർക്ക് ആഴ്ചകളോളം കൗൺസിൽ ചെയ്ത സ്ഥിതി ഉണ്ടെന്നും അവർ വ്യക്തമാക്കി. അതിനിടയിലാണ് ഇപ്പോൾ പ്രതിയെ പിടികൂടിയിട്ടുള്ളത്. എന്തായാലും പോലീസിന്റെ നേതൃത്വത്തിൽ കൃത്യമായ ഇടപെടലുകൾ ഉണ്ടായി എന്ന് തന്നെ വേണം കരുതാൻ. അതുപോലെ തന്നെ ബാലാവകാശ കമ്മീഷൻ ഈ വിഷയത്തിൽ ഇടപെട്ടു. കർശനമായ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും അറിയിച്ചിരുന്നു. അതിനിടയ്ക്കാണ് ഇപ്പോൾ പ്രതി രാധാകൃഷ്ണനെ, അയൽവാസി കൂടിയായ രാധാകൃഷ്ണനെ SMS DSP പി ചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. രേണുക. ശരി, രതീഷ് വാസുദേവൻ വിവരങ്ങൾ നൽകി. തീരമേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ലത്തീൻ സഭ നടത്തുന്ന രാപ്പകൽ സമരം തുടരുകയാണ്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ കവാടം ഉപരോധിച്ചാണ് അനിശ്ചിതകാല സമരം. തുറമുഖ നിർമ്മാണ തൊഴിലാളികളെ കടത്തിവിടുന്നില്ല. സമരക്കാരും പോലീസുമായി രാവിലെ ചെറിയ സംഘർഷമുണ്ടായി. വിനോദ് വിവരങ്ങളുമായി ചേരുന്നു. വിനോദ്, അതിശക്തമായ പ്രതിഷേധമാണ് അവിടെ ഉയരുന്നത്. ഇടയ്ക്കിടയ്ക്ക് പോലീസുമായി ഉന്തും തള്ളും ഒക്കെ ഉണ്ടാകുന്നുമുണ്ട്. എന്താണ് ഇപ്പോഴത്തെ അവിടുത്തെ സാഹചര്യം? വിനോദ്, കേൾക്കാമോ? വിനോദിലേക്ക് എത്താം. അതിശക്തമായ സമരത്തിലാണ് മത്സ്യത്തൊഴിലാളികൾ. ലത്തീൻ സഭയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം അവിടെ പുരോഗമിക്കുകയാണ്. വിഴിഞ്ഞം തുറമുഖ കവാടം ഉപരോധിച്ചുകൊണ്ടാണ് അവിടെ സമരം നടക്കുന്നത്. അനിശ്ചിതകാല സമരമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. സർക്കാരിന്റെ ആദ്യഘട്ട അനുനയ ശ്രമങ്ങൾ പരാജയപ്പെട്ടിരുന്നു. സമരം നിർത്തിവെച്ചുകൊണ്ട് യാതൊരു പ്രശ്നപരിഹാര ശ്രമത്തിനുമില്ല എന്നാണ്, അല്ലെങ്കിൽ ചർച്ചകൾക്കുമില്ല എന്നാണ് ലത്തീൻ സഭ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ സർക്കാർ ചർച്ചയിൽ പങ്കെടുക്കും എന്നും അറിയിച്ചിട്ടുണ്ട്. പക്ഷേ മന്ത്രി അഹമ്മദ് ദേവർകോവിലിന്റെ പരാമർശം ഇപ്പോൾ വലിയ പ്രതിഷേധത്തിനും അവിടെ ഇടയാക്കിയിട്ടുണ്ട്. വിനോദ് അവിടെ നിന്നും ചേരുകയാണ്. വിനോദ്, പല ഘട്ടങ്ങളിലും പോലീസുമായി വാക്കേറ്റവും സംഘർഷത്തിന്റെ ഘട്ടത്തിലേക്കുമൊക്കെ അവിടെ കാര്യങ്ങൾ മാറുകയാണ്. ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? സമരം എങ്ങനെ പുരോഗമിക്കും? ഇപ്പോഴും സമരം തുടരുകയാണ്. ഇവിടെ ഈ കവാടം ഉപരോധിച്ചുള്ള സമരം 2ാം ദിവസവും തുടരുന്നു. ഇന്ന് 2 ഇടവകളിൽ നിന്നുള്ള തീരദേശത്തുള്ള ആളുകളാണ് ഇവിടെ പ്രതിഷേധിക്കാൻ എത്തിയത്. ഇവിടെ വൈദികരടക്കം ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ജില്ലാ ഭരണകൂടം ഇപ്പോൾ ഒരു ചർച്ചയ്ക്ക് സന്നദ്ധമാണെന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ വൈദികർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. എന്തെങ്കിലും ഔദ്യോഗികമായ അറിയിപ്പ് ഇതുവരെ വന്നിട്ടുണ്ടോ? അങ്ങനെ ഒരു തീരുമാനം എടുത്തതായാണ് അറിയുന്നത്. ജില്ലാ ഭരണകൂടം ചർച്ചയ്ക്ക് സന്നദ്ധമാണെന്ന ഒരു അറിയിപ്പിലേക്ക് നമ്മൾ ഇന്നലെ മുതലേ ഈ ജില്ലാ ഭരണകൂടം പലവിധ തട്ടിപ്പ് വാർത്തകളും പുറത്തുവിടുന്നുണ്ട്. ഇപ്പൊ അവർ വിളിച്ചിരിക്കുന്ന എന്തിനാ? ഞങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്ന ഞങ്ങളുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ചർച്ച ചെയ്യാനല്ല. ഇവിടെ എന്തെങ്കിലും ലോ ആൻഡ് ഓർഡർ പ്രശ്നമുണ്ടോന്ന് അത് അവരുടെ ജോലി, അവരൊന്ന് അന്വേഷിക്കേണ്ടത്. ഞങ്ങളുടെ വിഷയം അതല്ല. ഞങ്ങളുടെ വിഷയം എന്നുള്ളത് മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന സമഗ്രമായ പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങളിൽ ചർച്ച ചെയ്തവരെ വിളിച്ചിട്ടില്ല. ഇവിടെ ഞങ്ങൾക്ക് ഒരാൾക്ക് 4 പോലീസ് വെച്ച് 6000-7000 പോലീസിനെ ഇറക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇവർക്ക് സമാധാനം ഉണ്ടാക്കുന്നില്ല. ഞങ്ങളുടെ ആൾക്കാരെല്ലാം ഇവിടെ നിൽക്കുന്നുണ്ട്. ലോ ആൻഡ് ഓർഡർ ഈസ് ദ പ്രോബ്ലം ഓഫ് എൻറ്റയർലി ദ ഡിസ്ട്രിക്ട് administration. That let them see. It's none of our business. Our business is call us for the discussion, a comprehensive discussion for discussing the issues of our community. We will come.
അധോശീലം നടക്കാം. തീർച്ചയായും അത്തരമൊരു നിലപാടിലാണ്. കാരണം ഇപ്പോൾ ജില്ലാ ഭരണകൂടം ഇവിടുത്തെ ക്രമസമാധാന പ്രശ്നം ചർച്ച ചെയ്യാനുള്ള തീരുമാനത്തിൽ അങ്ങനെ ഒരു ആവശ്യത്തിനാണ് തങ്ങളെ ക്ഷണിച്ചതെങ്കിൽ അത്തരമൊരു ചർച്ചയ്ക്ക് താല്പര്യമില്ല. മറിച്ച് തങ്ങൾ ഉന്നയിക്കുന്ന 7 വിഷയങ്ങളുണ്ട്. അതായത് പുനരധിവാസം ഉൾപ്പെടെ തീരശോഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഇവിടെ മത്സ്യത്തൊഴിലാളികളും വൈദികരും ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിൽ ഒരു ചർച്ചയെങ്കിൽ അങ്ങനെ ഒരു ചർച്ചയിലേക്ക് പോകാം എന്ന കാര്യമാണ് പ്രധാനമായും ഇപ്പോൾ ഈ വൈദികർ പറയുന്നത്. നമുക്ക് രാവിലെ മുതലുള്ളൊരു സംഗതി, ഈ മറ്റ് ചില ആളുകൾ ഈ സമരത്തിന്റെ സ്ഥലത്തേക്ക് വരികയും പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അത് ഒരു തവണയല്ല, ഒന്നിൽ കൂടുതൽ തവണ ഇങ്ങനെ പുറത്തു നിന്നുള്ള ആളുകൾ വരികയും ഇവിടെ സമരക്കാരോട് അല്പമെങ്കിലും പ്രകോപനപരമായി സംസാരിക്കുന്ന തരത്തിൽ ചില കാര്യങ്ങൾ പറയുകയും ചെയ്തു. ഇന്നിപ്പോൾ ഈ പുറത്തു നിന്നുള്ള ചില ആളുകൾ സമരത്തിനുള്ളിലേക്ക് വരികയും പ്രകോപനപരമായ ചില കാര്യങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. ഈ സമരം പൊളിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കമാണെന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇത് രാവിലെ തൊട്ട് തുടങ്ങിയൊരു കാര്യമാണ്. ഒന്നാമത് ഇവിടെ ഇതിൻ്റെ അകത്തു നിന്നുള്ള തന്നെ പോർട്ട് അധികൃതരുടെ ഒരു തൊഴിലാളി ആദ്യം അത് വരികയും ഒരു പ്രസിന്റെ ഇത് ബാൻഡ് ഇട്ട് ഇവിടെ നിന്ന് നമ്മുടെ ഫോട്ടോ എടുക്കുകയും ആരുമായിട്ട് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്തു. അതുകൊണ്ട് തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് രാവിലെ പോയിരുന്നു. ഈ രണ്ടാമത്തെ 1-2 പ്രാവശ്യമായിട്ട് ഇതേപോലെ പുറത്തു നിന്നുള്ളവർ, നമ്മളറിയാത്തവർ പുറത്തു നിന്നുള്ളവർ ഇതിനകത്ത് വന്ന് പ്രശ്നമുണ്ടാക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിന് വളരെ സമാധാനപരമായിട്ട് പിടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുക. തീർച്ചയായും ആ തരത്തിൽ തന്നെയാണ് ബാഹ്യ ഇടപെടൽ എന്ന ഒരു ആരോപണം വൈദികർ ഉൾപ്പെടെ ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ സമരം 2ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. അതിശക്തമായി തന്നെ സമര പരിപാടികൾ മുന്നോട്ട് പോകുന്നു. ജില്ലാ ഭരണകൂടം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു ചർച്ചയാണ് മുന്നോട്ട് വയ്ക്കുന്നതെങ്കിൽ അതിന് തയ്യാറാണ് എന്നാണ് മത്സ്യത്തൊഴിലാളികളും അതോടൊപ്പം തന്നെ വൈദികരും പറയുന്നത്. വിനോദാണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത്. ഈ അതിരൂപത ന്യൂസ് 18 കടപ്പെട്ടിരിക്കുകയാണ്. കണ്ണീർ കടലിൽ എന്ന അവരുടെ ആ വസ്തുനിഷ്ഠമായ മത്സ്യത്തൊഴിലാളികളുടെ രോദനങ്ങൾ ഒപ്പിയെടുത്തുകൊണ്ട് കടൽ തീരത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്ത ആ ഫീസറിനകത്ത് തന്നെയുണ്ട്. കൊല്ലങ്കോട് പരുത്തിയൂർ ഭാഗങ്ങളിൽ പനത്തുറ മുതൽ ഈ വല്യവേളി വരെ, താഴമ്പള്ളി മുതൽ അങ്ങ് മാമ്പള്ളി വരെ ഇന്ന് തീരമില്ല. വിഴിഞ്ഞം സമരത്തിന് പൂർണ്ണ പിന്തുണയെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. പദ്ധതിയുമായി ബന്ധപ്പെട്ട തീരശോഷണം ഗുരുതരമാണ്, നിരവധി കുടുംബങ്ങളെ ബാധിക്കുമെന്നും സതീശൻ പറഞ്ഞു. ഞാൻ അവിടെ പോയിരുന്നു, ആ സമരത്തിൽ പങ്കെടുത്തിരുന്നു. ആ സമരത്തിന് പൂർണ്ണമായ പിന്തുണ ഞങ്ങൾ നൽകി. അങ്ങനത്തെ ഒരു പദ്ധതി പോലും ഇവർ നടപ്പാക്കുന്നില്ല. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാൻ പോകുന്ന തീരശോഷണം എന്ന് പറയുന്നത് വളരെ ഗൗരവതരമായൊരു വിഷയമാണ്. ഈ സമരത്തിന് ഞങ്ങൾ പിന്തുണ നൽകും. ആ സമരത്തിൽ ഞാൻ തന്നെ നേരിട്ട് പോയി സമരപന്തലിൽ പോയി തന്നെ സംസാരിച്ച് എന്നെ അവർ ക്ഷണിച്ചിരുന്നു. ആ സമരപന്തലിൽ പോയി പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പരിപാടികൾ കൂടി UDF-ന്റെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിലുണ്ടാകും. സംസ്ഥാന വ്യാപകമായി PWD റോഡുകളിൽ വിജിലൻസ് പരിശോധന. 6 മാസത്തിനിടെ അറ്റകുറ്റപ്പണി നടത്തിയ റോഡുകളിലാണ് പരിശോധന നടക്കുന്നത്. ഓപ്പറേഷൻ സരൾ രാസ്ത എന്ന പേരിലാണ് പരിശോധന. VV അരുൺ ഉണ്ട് വിവരങ്ങളുമായി. അരുൺ, കുഴി വലിയ പ്രശ്നമായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. നിരവധി പേർക്ക് പരിക്കേൽക്കുന്നു. 2 മരണം ഇതിനോടകം നടന്ന സാഹചര്യവുമൊക്കെ ഉണ്ട്. എന്താണ് ഈ ഓപ്പറേഷൻ സരൾ രാസ്ത കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വിവരങ്ങൾ എന്തൊക്കെയാണ്? വിജിലൻസിന്റെ പരിശോധന തുടരുകയാണ്. കഴിഞ്ഞ 6 മാസത്തിനിടെ പണി നടത്തിയതോ അല്ലെങ്കിൽ അറ്റകുറ്റപ്പണി, പഴയ റോഡുകൾ അറ്റകുറ്റപ്പണി നടത്തിയതുമായ റോഡുകളിലാണ് പരിശോധന നടക്കുന്നത്. ഇവിടെ റോഡ് കുഴിച്ചുള്ള പരിശോധന, റോഡ് കുഴിച്ച് ടാർ സാമ്പിൾ എടുത്തുള്ള പരിശോധനയാണ് വിജിലൻസ് നടത്തുന്നത്. സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട റോഡുകളിലെല്ലാം ഒരേ സമയം മിന്നൽ പരിശോധനയാണ് വിജിലൻസ് ഉദ്ദേശിക്കുന്നത്. രാവിലെ 10 മണിക്ക് പരിശോധന ആരംഭിച്ചു. ഇപ്പോൾ പരിശോധന നടക്കുന്നത് വഴയില കല്ലയം മുക്കോല റോഡിലാണ്. ഇവിടെ പല പോയിന്റുകളിലായിട്ട് ഒരേ സ്ഥലത്ത് തന്നെ ഇത് നേരത്തെ അറ്റകുറ്റപ്പണി 6 മാസം അറ്റകുറ്റപ്പണി നടത്തിയ റോഡാണ്. ഇവിടെ നിന്ന് പരിശോധന ഒരു സ്ഥലത്ത് തന്നെ 3 സ്പോട്ടുകളിൽ പരിശോധന നടത്തും. ഇത്തരത്തിൽ റോഡിന്റെ അളവെടുത്ത് കുഴി റോഡ് കുഴിച്ചുള്ള പരിശോധനയാണ്. അവിടെ നിന്ന് സാമ്പിൾ എടുത്ത് പിന്നീട് പരിശോധനയ്ക്ക് ശേഷം ഈ കൃത്യമായ അളവിലാണോ ടാർ ഉപയോഗിച്ചിട്ടുള്ള അടക്കമുള്ള കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. സംസ്ഥാനത്തെ പൊതുമരാമത്ത് വകുപ്പിനും തദ്ദേശ സ്ഥാപനങ്ങൾ കീഴിലുമുള്ള റോഡുകളിൽ കരാറുകാരും ഉദ്യോഗസ്ഥരും ചേർന്ന് ക്രമക്കേട് നടത്തുന്നു, വലിയ ക്രമക്കേട് നടത്തുന്ന പരാതികൾ വിജിലൻസിന് ലഭിച്ചിരുന്നു. സംസ്ഥാനത്തെ റോഡ് ഇപ്പോൾ ഏറ്റവും പൊള്ളുന്ന ഒരു വിഷയമാണ്. നിരന്തരം സർക്കാരും പ്രതിപക്ഷവുമായി രാഷ്ട്രീയ പോരിന് ഇത് കാരണമാകുന്നു. മന്ത്രിമാർ തമ്മിലുള്ള ഏറ്റുമുട്ടൽ, ദേശീയപാത അതോറിറ്റി റോഡുകളും സംസ്ഥാന റോഡുകളും എവിടെയാണ് കൂടുതൽ കുഴിയന്തരത്തിലേക്കുള്ള തർക്കങ്ങൾ പുരോഗമിക്കുന്നു. കോടതിയുടെ നിരന്തര ഇടപെടലുകൾ, തുടർച്ചയായി കോടതി സർക്കാരിനെ വിമർശിക്കുന്ന അവസ്ഥയുണ്ടാകുന്നു. ഈ സാഹചര്യത്തിലാണ്
കേരളത്തിലെ കാലാവസ്ഥ മാത്രമാണോ ഇത്തരത്തിൽ റോഡുകൾ തകരാനെന്നുള്ള കാരണമെന്ന അന്വേഷണത്തിലേക്ക് വിജിലൻസ് കടക്കുന്നത്. അതല്ല, അതിൽ വലിയ ക്രമക്കേട് റോഡ് നിർമ്മാണത്തിലുണ്ട് എന്ന വിവരം വിജിലൻസിനുണ്ട്. അത്തരം നിരവധി പരാതികളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പരിശോധന. ഈ പരിശോധന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളിലേക്ക് വിജിലൻസ് കടക്കും. കുറ്റക്കാർക്കെതിരെ കേസടക്കമുള്ള കാര്യങ്ങളിലേക്ക് വിജിലൻസ് നീങ്ങും. വിദഗ്ധരുടെ സഹായത്തോടെ ഈ റോഡ് നിർമ്മാണത്തിൽ വൈദഗ്ധ്യമുള്ളവരുടെ സഹായത്തോടു കൂടി ആണ് വിജിലൻസിൻ്റെ ഈ പരിശോധന ഇപ്പോൾ നടക്കുന്നത്. പലയിടത്തും ഈ റോഡ് കുഴിക്കുമ്പോൾ ഈ ടാറിൻ്റെ അറ്റകുറ്റപ്പണി സ്ഥലത്ത് റോഡ് ടാർ മാറ്റുമ്പോൾ പോലും ചെളി കണ്ടെത്തുന്ന തരത്തിലുള്ള സംഭവങ്ങളും ഈ 2 റോഡുകളിലും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഈ നിർമ്മാണത്തിലെ അപാകത അല്ലെങ്കിൽ ക്രമക്കേടിന് തെളിവായാണ് പ്രാഥമികമായി തന്നെ വിജിലൻസിന് മനസ്സിലാകുന്നത്. അതായത് തിരുവനന്തപുരത്ത് പരിശോധന നടത്തിയ 2 റോഡിലും ഇത്തരത്തിൽ ക്രമക്കേടുകൾ വിജിലൻസിന് പ്രാഥമികമായി തന്നെ ബോധ്യപ്പെട്ടു. ഇപ്പോൾ ഈ സാമ്പിളുകൾ ഇവിടുന്ന് കട്ട് ചെയ്തെടുത്ത സ്റ്റാറിൻ്റെ സാമ്പിൾ വിജിലൻസ് സംഘം പരിശോധിക്കുകയാണ്. ഇവിടെ നിന്ന് ഇത് കൂടുതൽ പരിശോധനകൾക്ക് ശേഷം റിപ്പോർട്ട് തയ്യാറാക്കും. കൃത്യമായ മാനദണ്ഡമുണ്ട്. ഓരോ റോഡിലും എത്ര അളവിൽ ടാർ ഉപയോഗിക്കണം തരത്തിലുള്ള മാനദണ്ഡമുണ്ട്. അത് ലംഘിച്ചാണ് പലയിടത്തും റോഡ് നിർമ്മിച്ചിരിക്കുന്നത്, ടാർ ഉപയോഗിച്ചിരിക്കുന്നതാണ് കണ്ടെത്തുന്നത്. ഏതായാലും ഈ പരിശോധന അടിസ്ഥാനത്തിൽ ശക്തമായ നടപടികളിലേക്ക് കടക്കാനാണ് വിജിലൻസിന്റെ തീരുമാനം. ശരി, വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. വാർത്തകൾ തുടരുന്നു. കോട്ടയം തൃക്കൊടിത്താനത്ത് യൂത്ത് കോൺഗ്രസ് നേതാവിനെ വീട്ടിൽ കയറി മർദ്ദിച്ച സംഭവത്തിൽ CPM പ്രാദേശിക നേതാക്കൾ അറസ്റ്റിൽ. CPM LC അംഗവും പഞ്ചായത്ത് മെമ്പറുമായ ബൈജു വിജയൻ, ബ്രാഞ്ച് സെക്രട്ടറി സുനിൽ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ശ്രീജിത്തിന്റെ വിവരങ്ങളുമായി. ശ്രീജിത്ത്, CPM പ്രാദേശിക നേതാക്കളാണ് അറസ്റ്റിലായിരിക്കുന്നത്. വിവരങ്ങൾ എന്തൊക്കെയാണ്? രേണുക, കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയാണ് ഈ സംഭവം ഉണ്ടായത്. എന്തായാലും ഈ സംഭവം ഉണ്ടായി ഒരാഴ്ചയ്ക്ക് ശേഷം ഏതാണ്ട് 6 ദിവസത്തോളം എത്തുമ്പോഴാണ് ഇതിൽ തുടർ നടപടിയുമായി തൃക്കൊടിത്താനം പോലീസ് രംഗത്തെത്തുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. തൃക്കൊടിത്താനം പഞ്ചായത്ത് 4ാം വാർഡ് മെമ്പർ ബൈജു വിജയനാണ് ഈ കമ്പി വടി ഉപയോഗിച്ച് യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി മനുകുമാറിനെ തല്ലുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നത്. ഇയാളോടൊപ്പം തന്നെ ബ്രാഞ്ച് സെക്രട്ടറി സുനിലും മറ്റൊരു പ്രവർത്തകനായ മജുവും ഉണ്ടായിരുന്നു. ഈ മജു കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു. അയാൾ ഇപ്പോൾ റിമാൻഡിലാണ്. സുനിലിനെയും ബൈജു വിജയനെയുമാണ് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്രാദേശികമായിട്ടുള്ള ചില മതിലുമായി ബന്ധപ്പെട്ട തർക്കമാണെന്നാണ് പോലീസിന്റെ വിശദീകരണം. എന്തായാലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അന്ന് ആക്രമണത്തെ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇവർക്ക് ശരീരത്തിന്റെ പല ഭാഗത്തും സാരമായി പരിക്കേറ്റിരുന്നു. എന്തായാലും ഈ സംഭവത്തിലാണ് ഏറെ ഈ ദൃശ്യങ്ങളടക്കം ഏറെ ചർച്ചയായിരുന്ന ഒരു വിഷയമായിരുന്നു. ഒരു CPM നേതാവ് തന്നെ വന്ന് ഇത്തരത്തിലൊരു ആക്രമണം നടത്തുന്ന ദൃശ്യങ്ങളേറെ ചർച്ചയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ സംഭവത്തിൽ വൈകിയാണെങ്കിലും ഒരു അറസ്റ്റ് ഉണ്ടാകുന്നത്. ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. സിവിക് ചന്ദ്രന് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതി ഉത്തരവ് വിവാദത്തിൽ പരാതിക്കാരി ലൈംഗികമായി പ്രകോപിപ്പിക്കുന്ന വസ്ത്രം ധരിച്ചിരുന്നതിനാൽ ലൈംഗിക അതിക്രമ പരാതി പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കില്ലെന്ന് കോടതി. 74-കാരനായ ശാരീരികാവശതയുള്ള പ്രതി ബലപ്രയോഗം നടത്തിയെന്ന വാദവും വിശ്വസിക്കാനാവില്ല എന്ന് കോടതി ഉത്തരവിൽ ചൂണ്ടിക്കാട്ടി. ജില്ലാ സെഷൻസ് കോടതിയുടെ ഉത്തരവിലെ പരാമർശത്തിനെതിരെ പ്രതിഷേധം വ്യാപകം. പരാമർശത്തിനെതിരെ വനിതാ നേതാക്കൾ അടക്കം രംഗത്തെത്തി. സെക്ഷലായിട്ട് അട്രാക്ട് ചെയ്യുന്ന വസ്ത്രമെന്നോ അല്ലാത്ത വസ്ത്രമെന്നോ ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിലും തിരിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ ചെയ്യുന്നതും ശരിയല്ല. അത് വസ്ത്രം എന്നുള്ളത് വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ്. അങ്ങനെ വസ്ത്രം ധരിക്കുന്നത് ഏതെങ്കിലും ഒരു തരത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് മറ്റൊരാളെ ആകർഷിക്കാനോ ശ്രദ്ധ ക്ഷണിക്കാനോ ഉള്ള ലൈസൻസായി കരുതുന്നെങ്കിൽ അവർക്ക് യാതൊരു വിവേചന ബുദ്ധിയും ഇല്ല എന്ന് വിലയിരുത്തുവാൻ നമുക്ക് കഴിയും. ഈ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് കൂടി ചേർന്നാണ് ജാമ്യം അനുവദിച്ചതെങ്കിൽ അത് എത്രമാത്രം നമ്മുടെ സമൂഹത്തെ ഏതൊക്കെ തരത്തിലാണ് അത് നാളുകളിൽ അതിനെ സ്വാധീനിക്കാൻ പോകുന്നത് എന്നതടക്കമുള്ള ആശങ്കകൾ നിലനിൽക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കൊച്ചിയിൽ യുവാവിനെ കൊന്ന് ഫ്ളാറ്റിൽ ഒളിപ്പിച്ച സംഭവത്തിൽ മുറിയിൽ ഒപ്പമുണ്ടായിരുന്ന അർഷാദിനായി തെരച്ചിൽ തുടരുന്നു. മലപ്പുറം സ്വദേശിയായ സജീവ് കൃഷ്ണയുടെ കൊലപാതക വിവരം പുറത്തുവന്നതിന് പിന്നാലെ അർഷാദിന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയതായി കണ്ടെത്തി. അർഷാദിന്റെ കോൾ ലിസ്റ്റ് പോലീസ് പരിശോധിക്കുകയാണ്. സജീവ് കൃഷ്ണയുടെ സുഹൃത്ത് അംജാദിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. സജീവ് കൃഷ്ണയുടെ മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യും.
വിവരങ്ങളുമായി സുവി വിശ്വനാഥ് ചേരുന്നു. സുവി, അർഷാദിനെ കേന്ദ്രീകരിച്ചാണോ ഇപ്പോൾ അന്വേഷണം? ഈ മരിച്ച സജീവിന്റെ ഫോണും അർഷാദ് കൈക്കലാക്കിയിരുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. ഇക്കാര്യങ്ങളിലൊക്കെ പോലീസ് നൽകുന്ന സൂചനകൾ എന്താണ്? സംസ്ഥാനത്ത് സിൽവർ ലൈൻ പദ്ധതിക്കായി അതിരടയാള കല്ലുകൾ സ്ഥാപിച്ച സ്ഥലങ്ങളിൽ ബാങ്കുകൾ വായ്പ നിഷേധിക്കുന്നതായി പരാതി. സർവേക്കല്ല് സ്ഥാപിച്ചാലും ബാങ്ക് വായ്പയ്ക്ക് തടസ്സമുണ്ടാകില്ലെന്ന സർക്കാരിന്റെ പ്രഖ്യാപനം ഇതോടെ പാഴ്വാക്കായി. പലയിടങ്ങളിലും കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസം അടക്കമുള്ള കാര്യങ്ങൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. അൻവിൻ ഈ ചൂണ്ടിക്കാട്ടുന്നത് തന്റെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ പ്രതിസന്ധിയായി മാറിയ സർവേക്കല്ലാണ്. 35 സെന്റോളം വരുന്ന ഭൂമിയിൽ അധികൃതർ ഈ അതിരടയാളക്കല്ല് സ്ഥാപിച്ചു മടങ്ങുമ്പോൾ അൻവിനും കുടുംബവും കരുതിയിരുന്നില്ല ഇതു തങ്ങളുടെ ഭാവിയെ തന്നെ ഇരുട്ടിലാക്കുമെന്ന്. ബിരുദ പഠനം കഴിഞ്ഞ് ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശത്തേക്കുള്ള സാധ്യതകൾ അന്വേഷിച്ച് ബാങ്കിൽ ചെന്നപ്പോഴാണ് വായ്പ ലഭിക്കില്ലെന്നറിഞ്ഞത്. ഞങ്ങൾ അവസാനം അവരുടെ അടുത്ത് പറഞ്ഞു, ഞങ്ങളുടെ ഇതിങ്ങനെ കേരളയിൽ കല്ലിട്ട സ്ഥലമാണ്, അപ്പോൾ അതിന് ഞങ്ങൾക്ക് ലോൺ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ അവിടെ വന്നത്. അപ്പോൾ IELTS ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ലോൺ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറയുന്നത് നിങ്ങൾക്കിപ്പോൾ കേരളയിൽ കല്ലിട്ടൊരു സ്ഥലമായതുകൊണ്ട് നിങ്ങൾക്ക് ലോൺ തരാൻ പറ്റില്ല എന്നാണ്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കരാർ ജോലിയാണ് പിതാവ് ജെയിംസിന്. കുടുംബത്തിന്റെ ഏക പ്രതീക്ഷയും അൻവിനാണ്. സ്ഥലം വിറ്റോ പണയപ്പെടുത്തിയോ അൻവിനെ പഠിപ്പിക്കാമെന്ന പ്രതീക്ഷയാണ് ഇപ്പോഴില്ലാതാകുന്നത്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം അവനെ ഇപ്പോൾ താൽക്കാലികമായിട്ട് ഇപ്പോൾ ആ പഠനത്തിൽ നിന്ന് ഒഴിപ്പിച്ച് വേറെ എന്തെങ്കിലും നോക്കാനായിട്ടാണ് അവനെ പ്രേരിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് നിരവധി കുടുംബങ്ങൾ ഇതേ പ്രതിസന്ധി നേരിടുന്നുണ്ട്. ചികിത്സയ്ക്കും വിവാഹത്തിനുമൊക്കെയുള്ള ആവശ്യങ്ങൾക്കായി ഭൂമി പണയപ്പെടുത്താൻ പോലും കഴിയാതെ നട്ടം തിരിയുകയാണിവർ. കഴിഞ്ഞ ഓഗസ്റ്റ് 18-ാം തീയതിയാണ് വിജ്ഞാപനം സർക്കാർ ഇറക്കിയത്. അത് എത്രയും പെട്ടെന്ന് പിൻവലിച്ച് സാധാരണ ജനങ്ങളുടെ ആശങ്ക അകറ്റുകയും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായാലും ഒരു സെന്റ് ഭൂമി ക്രയവിക്രയം ചെയ്യാനും ഉള്ള അനുമതി കൊടുക്കണമെന്നാണ് സർക്കാരിനോട് ജനകീയ സമിതിക്ക് പറയാനുള്ളത്. സമാന സംഭവത്തിൽ സഹകരണ ബാങ്കുകൾ നേരത്തെ വായ്പ നിഷേധിച്ചതിനെ പ്രതിപക്ഷ നീക്കമായി കണ്ട സർക്കാർ ദേശസാൽകൃത ബാങ്കുകളുടെ ഈ നിലപാടിനോടെ എങ്ങനെ പ്രതികരിക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. കേരയിൽ പദ്ധതി സംസ്ഥാന വ്യാപകമായി തന്നെ നിരവധി കുടുംബങ്ങളെയാണ് പ്രതിസന്ധിയിലാക്കിയിട്ടുള്ളത്. പദ്ധതി സംബന്ധിച്ച് സർക്കാർ വ്യക്തമായൊരു വിശദീകരണം ഉടൻ നൽകിയില്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകും. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ നിതിനൊപ്പം ടാനി പോൾ, ന്യൂസ് 18. വായ്പ നിഷേധിക്കപ്പെട്ട സംഭവം നിയമസഭയിൽ ഉന്നയിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അടിയന്തരമായി ഇത് സംബന്ധിച്ച് സർക്കാർ വിജ്ഞാപനം ഇറക്കണം. നിരവധി പേരെ ബാധിക്കുന്ന വിഷയമാണ്. പ്രതിപക്ഷം ഈ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുമെന്നും സതീശൻ പറഞ്ഞു. ഞങ്ങളുടെ വാക്കുകൾ കേൾക്കാതെ ഇന്ന് ജനങ്ങളെ ദ്രോഹിക്കുകയാണ്. അതിനെതിരായിട്ട് ഞങ്ങൾ സമരം സംഘടിപ്പിക്കും. തീർച്ചയായിട്ടും ഇത് പൂർണ്ണമായി പിൻവലിച്ചു എന്ന് സർക്കാർ പ്രഖ്യാപിക്കണം. അതാണ് ഞങ്ങളുടെ ഡിമാൻഡ്. ഇപ്പം നിയമസഭാ സമ്മേളനത്തിൽ ഞങ്ങൾ ഈ വിഷയം തീർച്ചയായിട്ടും കൊണ്ടുവരും. കൊണ്ടുവരണം. ഇല്ലെങ്കിൽ ഈ നാഷണലൈസ്ഡ് ബാങ്കുകളൊക്കെ സത്യത്തിൽ വേറെ ഒന്നും ഇല്ലെങ്കിൽ പോലും ഈ കല്ല് കൊണ്ടുപോയിട്ടിരിക്കുന്നതിൻ്റെ ഒരു വിഷയമുണ്ട്. അപ്പം എന്തായാലും ഞങ്ങൾ സഭയിൽ ഈ വിഷയം ഉന്നയിക്കും. അതിരടയാള കല്ലുകൾ സ്ഥാപിച്ച സ്ഥലങ്ങളിൽ ബാങ്കുകൾ വായ്പ നിഷേധിക്കുന്നുവെന്ന ന്യൂസ് 18 വാർത്ത നിയമസഭയിൽ ഉന്നയിക്കുമെന്ന് ആലുവ MLA അൻവർ സാദത്തും. വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും അൻവർ സാദത്ത് പറഞ്ഞു. ഗവൺമെന്റ് പല ന്യായങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയമെന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഗവൺമെന്റ് ഈ കാര്യത്തിൽ, പ്രത്യേകിച്ച് ഈ കുട്ടിയുടെ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് ഇതിനൊരു ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഞാനിത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഈ വിഷയം കത്തുകൊടുത്ത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും. ഇതിനൊരു പരിഹാരം കണ്ടെത്തുമെന്ന് വിശ്വാസം. KSRTC ശമ്പള പ്രതിസന്ധിയിൽ അംഗീകൃത യൂണിയനുകളുമായുള്ള മന്ത്രിതല ചർച്ചയിൽ തീരുമാനമായില്ല. യൂണിയനുകളുമായി നാളെ വീണ്ടും ചർച്ച നടത്തും. 12 മണിക്കൂർ ഡ്യൂട്ടി അംഗീകരിക്കില്ലെന്ന് CITU സംസ്ഥാന പ്രസിഡന്റ് ആനത്തലവട്ടം ആനന്ദൻ പറഞ്ഞു. കൃത്യമായി ലഭ്യമാകുമെന്ന് ഉറപ്പുവരുത്തുന്നതിനോടൊപ്പം മാനേജ്മെന്റിന്റെ ഭാഗത്ത് വെച്ച ചില നിർദ്ദേശങ്ങളിൽ വ്യത്യസ്തമായ അഭിപ്രായം യൂണിയനുകൾക്കുണ്ട്. അതുകൊണ്ടാണെന്ന് തീരുമാനത്തിലാകാതിരുന്നത്. നാളെ രാവിലെ വീണ്ടും മുമ്പിലേക്ക് ചർച്ച നടത്തും. അതേ ഇപ്പോൾ പറയാനുള്ളൂ. 12 മണിക്കൂർ എന്നുള്ള പ്രശ്നമേ ഇല്ല. 8 മണിക്കൂർ ഡ്യൂട്ടി എന്നുള്ളത് ഒരു കാരണവശാലും മാറ്റാം. 5-ാം തീയതിക്ക് മുൻപായി ശമ്പളം നൽകണമെന്നും KSRTCക്ക് ബാധ്യത വരുത്തുന്നതാണ് മാനേജ്മെന്റ് നടപടികളെന്നും TDF വൈസ് പ്രസിഡന്റ് T നൌഷാദും BMS ജനറൽ സെക്രട്ടറി KL രാജേഷും പ്രതികരിച്ചു. കോടതി വിധി കഴിഞ്ഞ മാസം പറഞ്ഞത്
ജൂൺ മാസത്തെ ശമ്പളം ആഗസ്റ്റ് മാസം 5-ാം തീയതിക്ക് മുമ്പും ജൂലൈ മാസത്തെ ശമ്പളം ആഗസ്റ്റ് മാസം 10-ാം തീയതിക്ക് മുമ്പ് നൽകണമെന്ന് ഇടക്കാല ഉത്തരവിലൂടെ പറഞ്ഞിരുന്നതാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട കേരള ഗവൺമെന്റ് സർക്കാർ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് 10 ദിവസം കൂടെ അധിക സമയം വേണമെന്നാണ്. അതായത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ വിധി പോലും പാലിക്കാൻ വിസമ്മതം പ്രകടിപ്പിക്കുന്ന ഒരു മാനേജ്മെന്റും സർക്കാരുമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. അതിനെതിരെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകേണ്ടി വരുമെന്നാണ് ഈ കഴിഞ്ഞ ചർച്ചയിൽ പോലും സൂചന നൽകുന്നത്. ആസൂത്രണ ബോർഡിന്റെ പഞ്ചവത്സര പദ്ധതി കരട് സമീപന രേഖയ്ക്കെതിരെ കൃഷിമന്ത്രി പി പ്രസാദ്. സർക്കാർ നയത്തിന് മുകളിലല്ല ഒരു ബോർഡും, അവരുടെ ആശയം ഇവിടെ ഇരിക്കട്ടെ. ജൈവ കാർഷിക നയം കേരളത്തിനുണ്ടെന്നും അത് നടപ്പാക്കേണ്ടവരാണ് ഉദ്യോഗസ്ഥരെന്നും പി പ്രസാദ് ന്യൂസ് 18നോട് പറഞ്ഞു. പഞ്ചവത്സര പദ്ധതി കരട് സമീപന രേഖയിൽ കൃഷിയിൽ രാസവള ഉപയോഗം കുറഞ്ഞതിനെ വിമർശിച്ചിരുന്നു. കേരളത്തിലെ ഗവൺമെന്റ് 2006-11 സർക്കാർ ഒരു ജൈവ കാർഷിക നയം പ്രഖ്യാപിച്ചിരുന്നു. ആ നയത്തിന് അടിസ്ഥാനപ്പെടുത്തിയ ഏതൊരാൾക്കും പൂർത്തിയാവുള്ളൂ, അതിന് മുകളിലല്ല ഒരു ബോർഡും. അപ്പോൾ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന നയപരിപാടികൾ പ്രഖ്യാപിക്കുന്ന നയപരിപാടികൾ നടപ്പിലാക്കാൻ ബാധ്യതപ്പെട്ടവരാണ് അവരത് ചെയ്യുക എന്നുള്ളതാണ്. അവരുടെ ആശയങ്ങൾ അവിടെ ഇരിക്കട്ടെ. ഞങ്ങൾ കൃഷിവകുപ്പിനൊരു നയമുണ്ട്, കൃഷിവകുപ്പിനൊരു പരിപാടിയുണ്ട്. അതിനകത്ത് വിഷരഹിതമായ ഭക്ഷണം എന്നുള്ളത്, ജൈവ കൃഷി എന്നുള്ളത്, നാച്ചുറൽ ഫാമിംഗ് എന്നുള്ളത്, ഇതെല്ലാം കാർബൺ ന്യൂട്രൽ അഗ്രികൾച്ചർ എന്നുള്ളത്, ഇതെല്ലാം ഇതിന്റെ ഭാഗമാണ്. അതൊന്നും ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ അവിടെ ഇരുന്നിട്ട് അതിനോട് മുഖം തിരിഞ്ഞു നിന്നു എന്ന് പറഞ്ഞാൽ കേരളം മുഖം തിരിഞ്ഞു നിൽക്കുകയല്ല. അത് സംസ്ഥാന സർക്കാരിന് മുകളിലല്ല അവരാരും. ഗവൺമെന്റിന് ഒരു നയമുണ്ട്. 2006-11 ഗവൺമെന്റിന്റെ കാലത്ത് നിശ്ചയിക്കപ്പെട്ട ഒരു ജൈവ കാർഷിക നയം കേരളത്തിനുണ്ട്. ആ നയം നടപ്പിലാക്കുക എന്നുള്ളതും ഈ സർക്കാരിന്റെ ഉത്തരവാദിത്വവും ബാധ്യതയുമാണ്. അത് നടപ്പിലാക്കാനുള്ള പദ്ധതികൾ കേരളത്തിൽ ഉണ്ടാവും. അതിനാർക്കും തടസ്സം നിൽക്കാൻ പറ്റുകയുമില്ല. KSRTC യൂണിയനുമായുള്ള ചർച്ചകൾക്ക് ശേഷം മന്ത്രി വി ശിവൻകുട്ടി, ആന്റണി രാജു എന്നിവർ മാധ്യമങ്ങളെ സ്വീകരിച്ചിട്ടുള്ളത്. ഇന്നിപ്പോ വീണ്ടും യൂണിയനുമായി ചർച്ച ചെയ്യുന്നതിന് വേണ്ടി നാളെ രാവിലെ സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ഇന്നിപ്പോ ഒരു ധാരണയിലായെന്ന് പറയാൻ കഴിയില്ലെങ്കിൽ തന്നെയും പൊതുവിൽ അംഗീകരിക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്ന 4-5 കാര്യങ്ങളാണെന്ന് ഒരു തീരുമാനത്തിൽ എത്തിയത്. നാളെ ഒന്നും കൂടെ യൂണിയൻകാർ വേറെ അവരാലോചിച്ച ശേഷം ഒന്നുകൂടി സംസാരിക്കുമ്പോൾ അതിനെപ്പറ്റി അവസാന രൂപം നൽകും. ഇന്നിപ്പോ ഏതാണ്ട് ധാരണയിലെത്തിയ തീരുമാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് മന്ത്രി അതെ അല്ല, ഇവിടെ തൊഴിൽ വകുപ്പ് മന്ത്രിയുടെയൊക്കെ സാന്നിധ്യത്തിൽ ഇന്ന് ചേർന്ന യോഗം വളരെ പോസിറ്റീവായിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു നിയമപരമായി കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്ന നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ടുള്ള കാര്യങ്ങൾ മാനേജ്മെന്റും അംഗീകരിക്കേണ്ടി വരും, തൊഴിലാളികളും അംഗീകരിക്കേണ്ടി വരും. അത് സിംഗിൾ ഡ്യൂട്ടിയുടെ കാര്യത്തിലാണെങ്കിലും, ട്രേഡ് യൂണിയനുകളുടെ അംഗങ്ങളുടെ പ്രൊട്ടക്ഷന്റെ എണ്ണത്തിന്റെ കാര്യത്തിലാണെങ്കിലും, ബാക്കി ഇൻസെന്റീവ്സിന്റെ കാര്യത്തിലാണെങ്കിലും, അഡ്വൈസറി ബോർഡിന്റെ കാര്യത്തിലാണെങ്കിലും, അതുപോലെ തന്നെ ശമ്പളം കൃത്യമായിട്ട് 5-ാം തീയതിക്കുള്ളിൽ കൊടുക്കണമെന്നുള്ള ആവശ്യത്തിന്റെ കാര്യത്തിലാണെങ്കിലും സുശീൽ ഖന്ന റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ളതാണ്. ആ അംഗീകരിച്ചിട്ടുള്ള റിപ്പോർട്ടിന്റെ തീരുമാനങ്ങൾ എല്ലാവരും അംഗീകരിക്കാൻ ബാധ്യതയുണ്ട്. അത് ഞങ്ങൾ 2 മാനേജ്മെന്റിനോടും പറഞ്ഞിട്ടുണ്ട്, തൊഴിലാളികളോടും പറഞ്ഞിട്ടുണ്ട്. വളരെ പോസിറ്റീവായിട്ടൊരു സമീപനമാണ് തൊഴിലാളി യൂണിയനുകളും മാനേജ്മെന്റും കൈക്കൊണ്ടിട്ടുള്ളത്. അവർക്ക് അത്തരം കാര്യങ്ങളെക്കുറിച്ച് യൂണിയൻ തലത്തിൽ ഒന്നുകൂടി ആലോചിക്കണം, അതിന് സമയം വേണമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ചർച്ച നാളത്തേക്ക് മാറിയിട്ടുള്ളത്. നാളെ 9 മണിക്ക് വീണ്ടും ഞങ്ങളുടെ സെൻട്രയുടെ സാന്നിധ്യത്തിൽ വീണ്ടും ചർച്ച തുടരും. ഒരു കാര്യത്തിലും ആർക്കും ഒരു കടുംപിടുത്തമോ പിടിവാശിയോ ആവശ്യമില്ല. മാനേജ്മെന്റും ചില കാര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും, ട്രേഡ് യൂണിയനുകളും ചില കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. ഇത് വിട്ടുവീഴ്ചയേക്കാൾ ഉപരി KSRTC നിലനിൽക്കാൻ വേണ്ടി സുശീൽ ഖന്ന റിപ്പോർട്ടിന്റെ എടുത്ത തീരുമാനങ്ങൾ അല്ലെങ്കിൽ സുശീൽ ഖന്ന റിപ്പോർട്ടിലെ പ്രധാന ശുപാർശകൾ ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ളതാണ്. അത് 2 കൂട്ടരും അംഗീകരിക്കേണ്ടി വരും. അത് അംഗീകരിക്കപ്പെടുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. നാളത്തെ ചർച്ചയോടെ ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയും. ഇതിപ്പോ യൂണിയൻകാർ പറഞ്ഞതിനൊരു മറുപടിയോ അല്ലെങ്കിൽ അതിന്റെ ഒരു ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് മന്ത്രി പറഞ്ഞതിന്റെ ഒരുപാട് വിശദീകരണത്തിന് പോയാൽ നാളെ ചർച്ചയെ അത് ബാധിക്കും. നാളെ കാണാൻ ചർച്ചയൊരു പരാജയമാണ് എന്നത് മന്ത്രിമാർ അംഗീകരിക്കുന്നില്ല. വളരെ പോസിറ്റീവായ ചർച്ചയാണ് നടന്നത് എന്നാണ് മന്ത്രിമാർ പറയുന്നത്. എന്തായാലും നാളെയും ചർച്ച തുടരും എന്ന കാര്യവും പറയുന്നു. ചില കാര്യങ്ങൾ ധാരണയിലെത്താനായിട്ടുണ്ട് എന്നും മന്ത്രിമാർ അറിയിക്കുന്നു. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ് അന്വേഷണത്തിന് കൂടുതൽ സമയം വേണമെന്ന് ക്രൈംബ്രാഞ്ച്. 2011 മുതൽ 18 വരെയുള്ള കാലയളവിൽ 192 പേരുടെ വ്യാജ മേൽവിലാസത്തിൽ വായ്പ അനുവദിച്ചതായി കണ്ടെത്തി. 117 കോടി രൂപയുടെ ക്രമക്കേട് നടന്നതായും ക്രൈംബ്രാഞ്ച്.
പുതുവർഷ പുലരിയിൽ കേരളം. ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതി ആരോഗ്യ കേരളത്തിൽ നിന്ന് കൃഷിമന്ത്രി പി പ്രസാദ് ന്യൂസ് 18 ഗുഡ് മോർണിംഗിൽ. ചിങ്ങം 1 അത്തരമൊരു പ്രഖ്യാപനത്തിന് ഓരോ കുടുംബങ്ങളും തയ്യാറാകണം. ഒരു പഞ്ചായത്ത് വാർഡിൽ 6 ഇടങ്ങളിൽ കൃഷി ഇറക്കണമെന്നാണ് ആലോചന. എന്നാൽ അത്ഭുതപ്പെടുത്തുന്ന പ്രതികരണമാണ് ഇതിന് ലഭിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഇന്ന് കർഷക ദിനം കൂടിയാണ്. കർഷകനായ ഒരു മന്ത്രിയാണ്. എന്തായാലും അദ്ദേഹം രാവിലെ തന്നെ എന്തായാലും ആ ഒരു ദിവസം ഈ ഒരു കർഷകന കൂടിയാണ്. താങ്കൾ ഇങ്ങനെ ഈ ഒരു കർഷക ദിനത്തിൽ ഇതിലേക്ക് പാടത്തിലേക്കോ അല്ലെങ്കിൽ കൃഷിക്കോ ഇറങ്ങുന്ന ഒരാളല്ല. എങ്കിലും ചോദിക്കുകയാണ്, ഇന്നത്തെ ഒരു ദിവസവുമാണ്, ഒരുപാട് പേർ കാണുന്നുണ്ട്, കർഷകരടക്കമുള്ളവർ കാണുന്നുണ്ട്, എന്താണ് പറയാനുള്ളത്? എനിക്കൊരു 3-4 മാസം ഒരു പരിക്ക് പറ്റി ചികിത്സയിലായിരുന്നപ്പോൾ അത്രയും അങ്ങോട്ട് ഇറങ്ങാൻ കഴിയാത്തതിന്റെ വിഷമമുണ്ട്. അതെല്ലാം കൂടി ഇപ്പോൾ ഞാൻ തീർക്കുകയാണ്. കൃഷി എന്ന് പറഞ്ഞാൽ നമുക്കൊരു വികാരമായി കേരളത്തിലെ കർഷകർ കൊണ്ടു നടക്കുന്നുണ്ട്. പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോഴും, വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു, ചിലപ്പോൾ വന്യജീവികളുടെ കാട്ടുജീവികളുടെ മറ്റും ഉണ്ടാക്കുന്ന പ്രതിസന്ധികൾ ഉണ്ടാകുന്നു, കൃഷി നശിക്കുന്ന പ്രശ്നം ഉണ്ടാകുന്നു. ഇതൊക്കെ ഉണ്ടാകുമ്പോഴും കർഷകൻ വീണ്ടും കൃഷിയിടത്തിലേക്ക് തന്നെ ഇറങ്ങിച്ചെല്ലാറുണ്ട്. അതൊരു കർഷകന്റെ ഒരു മനസ്സ് നമ്മൾ കാണേണ്ടുന്ന ഒന്നാണ്. നിരാശയിലേക്ക് പോകേണ്ട അവസ്ഥ ഉണ്ടാകുമ്പോൾ പോലും അങ്ങനെ പോകാതെ നിൽക്കുന്ന കർഷകരാണ് നമ്മുടെ നാട്ടിലുള്ളത്. ശരിക്കും ഈ കർഷകർ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ നാട് നിലനിൽക്കുന്നത്. ഇവിടെ കൃഷി ചെയ്യുന്നില്ലെങ്കിൽ എവിടെയെങ്കിലും ആൾക്കാർ കൃഷി ചെയ്യുന്നുണ്ട്. ലോകത്തൊരാളും കൃഷി ചെയ്യുന്നില്ല എന്ന് തീരുമാനിക്കുക. എന്തായിരിക്കും സംഭവിക്കാമെന്നൊന്ന് വെറുതെ ഇരുന്നെങ്കിലും നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ലോകത്തൊരാളും കൃഷി ചെയ്യുന്നതേ ഇല്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സർവനാശമായിരിക്കും ലോകത്തുണ്ടാവും. പക്ഷെ ലോകത്ത് എവിടെയൊക്കെയോ കർഷകൻ ജീവിച്ചിരിക്കുന്നത് കൊണ്ടും കർഷകൻ കൃഷി ചെയ്യുന്നത് കൊണ്ടുമാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നുള്ള ചിന്ത നമുക്കില്ല. അപ്പോൾ ഒരു ഐക്യദാർഢ്യപ്പെടൽ എന്ന് പറഞ്ഞാൽ കർഷകർക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കൽ മാത്രമല്ല, കർഷകർക്ക് വേണ്ടി സമരരംഗത്തേക്ക് ഇറങ്ങേണ്ടതുണ്ട്, കർഷകർക്ക് വേണ്ടി ഇറങ്ങേണ്ടതുണ്ട്. പക്ഷെ ഒപ്പം തന്നെ കൃഷിയിടവുമായി ചേർന്ന് നിന്നൊരു ഐക്യപ്പെടൽ ആവശ്യമാണ്. അതൊരു തലമാണ്. രണ്ടാമത്തെ കാര്യം, ഇത് ഭക്ഷണത്തിന്റെ പ്രശ്നമാണ്. ഭക്ഷണമാണല്ലോ, അതുകൊണ്ടാണല്ലോ നമ്മൾ കൃഷിയില്ലാണ്ടായാൽ ലോകം നശിക്കുമെന്ന് പറഞ്ഞു. ഭക്ഷണം നമുക്ക് ഇന്ന് ലഭ്യമാകുന്നതിനകത്തൊരു പ്രശ്നമുണ്ട്. രുചിയാണ് നമ്മളെ നയിക്കുന്നൊരു ഘടകം. രുചിയില്ലാതെ മനുഷ്യൻ കഴിക്കുന്ന ഒരേ ഒരു സാധനം മാത്രമേ ഉള്ളത് മരുന്ന് മാത്രമാണ്. ബാക്കിയെല്ലാം രുചിച്ചിട്ട് കഴിക്കുന്നതാണ്. ഈ രുചിയോടുകൂടി കഴിച്ച ഭക്ഷണം നമ്മൾ കഴിച്ചപ്പോൾ നമുക്ക് രോഗമുണ്ടാവുന്നു എന്നുള്ളതാണല്ലോ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മണ്ണിനെ അറിയുന്ന, കൃഷിയെ സ്നേഹിക്കുന്ന മന്ത്രി പി പ്രസാദിന്റെ വാക്കുകളോടെ ന്യൂസ് റൂം ലൈവ് പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം റൗണ്ട് അപ്പ് ബുള്ളറ്റിൻ കാണാം. നമസ്കാരം.